ശരണമയ്യപ്പ. എല്ലാ ധന്യാത്മാക്കൾക്കും നന്മ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, പുതുമ നിറഞ്ഞ, ജ്ഞാനാധിഷ്ഠിതമായ, ഹൃദയം നിറഞ്ഞ നവരാത്രി, വിജയദശമി, മഹാനവമി ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും പഠനത്തിൽ വിജയാശംസകൾ. ഗുരുജി, കുട്ടികൾക്ക് വേണ്ടി വിജയദശമിയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഹംസാരൂഢ ഹരഭസിത ഹാരെന്ദു കുന്ദാവതാത വാണീ മന്ദസ്മിതയുതമുഖീ മൗലിബദ്ധേന്ദുലേഖ വിദ്യാവീണാമൃതമയ ഖടാക്ഷ സ്രാഗാദീപ്തഹസ്ഥ ശുഭ്രാബ്ജസ്ഥ ഭവദഭിമത പ്രാപ്തയേ ഭാരതി സ്യാത്. ഹരേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ കുടുംബാംഗങ്ങൾക്കും നവരാത്രി ആശംസകൾ. കേരളമായ കേരളം, ദക്ഷിണേന്ത്യയായ ദക്ഷിണേന്ത്യ, ഭാരതമായ ഭാരതാംബയിൽ എല്ലായിടത്തും നവരാത്രി മഹോത്സവം അതിഗംഭീരമായി നാം ആചരിക്കുകയാണ്. അപ്പോൾ നവരാത്രി സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനമാണ് സരസ്വതി ഉപാസന. അപ്പോൾ ഈ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയ്ക്കും സരസ്വതി ദേവിയുടെ പൂജയ്ക്കും സരസ്വതി ക്ഷേത്രങ്ങളിലും കുടുംബങ്ങളിൽ നമ്മൾ സരസ്വതി പൂജ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രാണപ്രതിഷ്ഠയുടെ മന്ത്രമാണ് നിങ്ങളിപ്പോൾ കേട്ട മന്ത്രം. ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഹംസാരൂഢ ഹര ഭസിത ഹാരെന്ദു കുന്ദാവതാത ഹംസവാഹിനിയാണ് സരസ്വതി. തൂവെള്ള ഹംസത്തിൽ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ആ ഹംസം. എന്താണ് ഹംസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, ഇന്ദ്രിയാണാം മനശ്ചസ്മി, ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാണെന്ന്. ഇനി നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ നോക്കുകയാണെങ്കിൽ മധ്യമാ വൈഖരി രൂപ ഭക്തമാനസ ഹംസിക. ഭക്തമാനസ ഹംസിക, ഭക്തന്മാരുടെ മനസ്സാകുന്ന ഹംസമാണ് ഇത്. എന്നിട്ടോ വാണി മന്ദസ്മിതയുതമുഖി, വാഗ്ദേവതയായ ആ ദേവി മന്ദസ്മിതമാകും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടുള്ള ആ ദേവി മൗലി ബദ്ധേന്ദുലേഖ, ശിരസിൽ ചന്ദ്രക്കലയോടൊപ്പമുള്ള കിരീടം ധരിച്ച ഹേ സരസ്വതി ദേവി വിദ്യാവീണാമൃതമയ കടാക്ഷ. കയ്യിൽ ഗ്രന്ഥം, പിന്നെ കച്ഛപി എന്ന് പറയുന്ന വീണ, പിന്നെ ഒരു കയ്യിൽ അമൃത്, മറ്റൊരു കയ്യിൽ ഇതുപോലെ രുദ്രാക്ഷ മാലയും ധരിച്ചുകൊണ്ടുള്ള ആ ഒരു ദേവീ സങ്കല്പം. വിദ്യാവീണാമൃതമയ
ഖടാക്ഷ ശ്രാഗ ദീപ്ത ശുഭ്രാബ്ജസ്ഥ വെളുത്ത സഹസ്രദള പത്മം അങ്ങനെയുള്ള ആ താമരയിൽ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ആ വെളുത്ത സഹസ്രദള പത്മത്തിൽ വസിക്കുന്ന അങ്ങനെയുള്ള ആ ദേവി, ശ്രദ്ധിക്കണം, ഭാരതി സ്യാത്, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ബോധത്തിൽ, എൻ്റെ ചിന്തകളിൽ ഭാരതി രതിയോടുകൂടി, പ്രേമത്തോടുകൂടി, സ്നേഹത്തോടുകൂടി പ്രകാശിക്കണമേ എന്നുള്ളതാണ് ഈ തന്ത്രസമുച്ചയത്തിലെ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിന് അട്ടിമുട്ടി ഒരു പരിവർത്തനം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മളൊക്കെ കിടമത്സരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ മക്കളും കിടമത്സരത്തിലാണ്. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ ഇത് കേൾക്കണം, പഠിക്കണം. അവരുടെ മത്സരബുദ്ധിയിൽ നിന്നും ഈശ്വരീയമായ ഒരു ബുദ്ധിയിലോട്ട് അവരെ ഉയർത്താനാണ് ഈ നവരാത്രി ആഘോഷം. അതിൽ ഈ ദേവിയുടെ കയ്യിൽ പിടിക്കുന്ന ഒരു വീണയുണ്ട്. എന്താണ്? കച്ചവി എന്ന് പറയുന്ന ഒരു വീണയാണ്. ആ വീണ ഇങ്ങനെ സരസ്വതി ദേവി കയ്യിൽ പിടിച്ചിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മനുഷ്യവീണാഭവതി എന്നുള്ളതാണ്. വേദങ്ങളിൽ, ഋഗ്വേദത്തിൽ ഇതിന് സരസ്വതിക്ക് ജ്ഞാനമാകുന്ന സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന വ്യക്തികളെ അമ്മയുടെ കയ്യിൽ ഒരു കച്ചവി എന്ന് പറഞ്ഞ വീണ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നോക്കണം, ആ സരസ്വതിയുടെ കയ്യിൽ നമ്മളിങ്ങനെ കിടക്കുന്നതായിട്ട് ചിത്രീകരിക്കണം. അപ്പോൾ ആ വീണയുടെ ആ തല നമ്മുടെ തലയായിട്ടും വീണയുടെ അടിഭാഗം നമ്മുടെ കാലായിട്ടും. അപ്പോൾ ഈ വീണയ്ക്ക് 9 തന്ത്രികളാണുള്ളത്. നവദ്വാരേ പുരേ ദേഹി ഹംസേ ലോലായുധേ ബഹി, ഋഗ്വേദത്തിലാണിത് പറയുന്നത്. 9 തന്ത്രികളാണ് ഇത്, നമ്മളിലുള്ള നവദ്വാരങ്ങളാണ്. ഈ 9 രാഗങ്ങളായി മാറ്റണം ഈ സരസ്വതീ ദേവിയുടെ ഉപാസനയിലൂടെ. ഈ സാരി ഗമ പാധാനി സ, ഈ സായുടെ അകാരമാണ് പിന്നെ നമ്മൾ വികസിപ്പിച്ച് ആ ആദ്യക്ഷരമായി തുടങ്ങി ജീവിതം സംഗീതാത്മകമായി മാറ്റുന്നത്. ഈ 9 രാഗങ്ങളിൽ നിന്നും പിന്നെ ഈ കർണാടിക് മ്യൂസിക്കൊക്കെ 72 രാഗങ്ങളാണ്. പിന്നീട് അതങ്ങോട്ട് വികസിപ്പിച്ച് 36,848 രാഗങ്ങളായി വികസിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം നവരാത്രി സംഗീതമാകാനാണ് ഈ 9 ദിവസത്തെ ഒരു 9 days ട്രെയിനിങ് പ്രോഗ്രാമാണ്. അത് നമ്മൾ നവരാത്രി വ്രതമായി ആഘോഷിക്കും. എന്താണ്? അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം. ഗുരുത്വമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഗുരുത്വാധിഷ്ഠിതമായി അടുക്കും ചിട്ടയിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാം. പ്രണവോധനു ശരോഹ്യാത്മ ബ്രഹ്മത്ത ലക്ഷ്യമുച്യതേ, പൂർണ്ണതയിലേക്കുള്ള ഒരു വളർച്ചയാണ് ഈ നവരാത്രി കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അത് നമ്മളാദ്യം ആചരിക്കണം. നമ്മളിത് ആചരിക്കുമ്പോൾ നമ്മൾ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംസ്കാരത്തിലോട്ട് വരും. അപ്പോൾ സംതൃപ്ത സുഖജീവിതം, സംതൃപ്ത സന്തോഷ ജീവിതം. യതസുഷുപ്തൗ ന തവ അസ്തി ദുഃഖം, ദുഃഖമില്ലാത്ത ഒരു ജീവിതം. അതിന് ദുഃഖമില്ലാത്ത ഒരു ജീവിതം
ഇതിന് നവരാത്രി വ്രതം കൊണ്ട്, നവരാത്രി ഉപാസന കൊണ്ട് നമുക്ക് സാധിക്കും. ഓം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ. എൻ്റെ ഇല്ലത്തെ ഉപാസനാമൂർത്തി ഉള്ള ക്ഷേത്രം ദുർഗാ ക്ഷേത്രമാണ്. അങ്ങ് കണ്ണൂർ ഏഴിമലയുടെ താഴ്വാരത്ത് ഏഴിമലയിലാണ് ഈ കാനന ദേവീക്ഷേത്രം. ഈ ദുർഗാദേവി ശംഖാരി ചാപ ശരഭിന്നകരം ത്രിനേത്രം വസുകലം വസത്കീടം സസുരസിദ്ധം അചന്ത ദുർഗാം. ദുർവാണിഭം ദുരിതവർഗഹരി, ദുരിതമാകുന്ന എല്ലാ ദുരിതങ്ങളെയും മാറ്റി ജീവിതം ദുർഗംപദസ്ഥത് കവയോ വദന്തി, സുദൃഢമാകുന്ന കോട്ട കൊത്തളങ്ങൾ, ആ കോട്ട ദുർഗയാകുന്ന കോട്ട കൊത്തളം, ദുർഗയാകുന്ന ബുള്ളറ്റ് പ്രൂഫ് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഞാൻ ഇതിനിടെ പോയിട്ട് ഒരു 2 മണിക്കൂർ മണ്ഡപത്തിലിരുന്ന് ഉപാസന ചെയ്ത് കുറച്ച് വേദാധ്യയനങ്ങളും അതിന് കുറച്ച് വേദമന്ത്രങ്ങളൊക്കെ ആ മണ്ഡപത്തിലിരുന്ന് ജപിക്കും. ആ ജപ ലയത്തിൽ നിന്നും മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഉയർച്ച, ആ വേദമന്ത്രങ്ങൾ അവിടുന്ന് ചൊല്ലി, ആ വേദമന്ത്രങ്ങളൊക്കെ അവിടെ ചൊല്ലി. അപ്പോൾ അമ്പലത്തിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല വിശപ്പ് വന്നു. കാരണം വെളുപ്പിന് തുടങ്ങിയതാണ്, ഒരു 10-11 മണിയായി. നല്ല വിശപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിവേദിച്ച പായസമുണ്ട്. ഈ പായസം എടുത്ത് ഞാൻ കുറച്ചങ്ങോട്ട് കഴിച്ചു. ഈ പായസം കഴിച്ചപ്പോഴാണ് ദുർഗ എന്താണ്, ഭദ്രകാളി എന്താണ്, ദേവി എന്താണ് ഇത് കൃത്യമായിട്ടും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സ്വർഗീയ അനുഭൂതിയിലേക്ക് എനിക്ക് ഉയരാൻ സാധിച്ചത്. കാരണം ഞാൻ അതുവരെ ഇരുന്ന് 2-3 മണിക്കൂറോളം വേദമന്ത്രങ്ങൾ ആ മണ്ഡപത്തിൽ ജപിച്ച് ആ മനസ്സിനെ ഒരു സാത്വികമായിട്ടുള്ളൊരു നിലയിലോട്ടിങ്ങനെ, ഈ സാത്വികതയാണ് നേരത്തെ അവിടെ പറഞ്ഞ ഹംസത്തിൻ്റെയും ശുഭ്രവസ്ത്രത്തിൻ്റെയും വെളുത്ത താമരയുടെയും വെളുത്ത ഹംസത്തിനെ കുറിച്ച് ഒക്കെ പറഞ്ഞത് ഈ സത്വഗുണത്തിലോട്ട് നമ്മളെ ഉയർത്താനാണ്. അപ്പോഴാണ് ഈ പായസം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് യാദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. അപ്പോഴാണ് എനിക്ക് ഊർജം കിട്ടി. ആ സത്വഗുണത്തിനും ഒരു രജസിക്കായി ഒരു രജോ ഗുണത്തിലോട്ട് എനിക്ക് ഉയരാൻ സാധിച്ചത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ദേവി ആള് മോശമില്ലല്ലോ, ഈ ശർക്കര പായസമൊക്കെ അടിച്ചിട്ട് വെറുതെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, ഈ ശർക്കര പായസമൊക്കെ ദേവീക്ഷേത്രത്തിൽ നിവേദിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് പറയണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഈ ശർക്കര പായസം ധാരാളം കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ അവർക്ക് ഈ മാസം മുറ എന്ന് പറഞ്ഞ് മെൻസസ് വരുമ്പോൾ അവർക്ക് ധാരാളം അവരുടെ ശരീരത്തിൽ നിന്നും അയേണിൻ്റെ കണ്ടെയ്ൻസ് ബ്ലഡിലൂടെ പോകും. അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ ഈ ശർക്കര വളരെ നല്ലതാണ്. ശർക്കര പായസം നല്ല ഇതാണ്. അപ്പോൾ ഈ ശർക്കര പായസം ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല എനർജി എനിക്ക് കിട്ടി. അപ്പോൾ ശർക്കരക്കകത്ത് എന്താണുള്ളത്? ഗ്ലൂക്കോസ് ആണുള്ളത്, അയേൺ ആണുള്ളത്, കാർബൺ ആണുള്ളത്, കാൽസ്യമാണുള്ളത്, പിന്നെ പൊട്ടാസ്യമുണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, സെലീനിയം ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ ബി കോംപ്ലക്സ് നിറഞ്ഞിരിക്കുകയാണ് ഈ പായസത്തിൽ. അപ്പോൾ ഊർജം നിറയെ കിട്ടി. ഈ ബി കോംപ്ലക്സും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രോഗപ്രതിരോധ ശക്തി അങ്ങോട്ട് വർദ്ധിക്കുകയായി. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പായസത്തിൽ നിറയെ തേങ്ങയൊക്കെ ചിരകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ ഗുണഗണങ്ങൾ മലയാളികളായ നമുക്ക് അറിയാം. പിന്നെ ഇതിനകത്ത് ധാരാളം കൽക്കണ്ടം ചേർത്തിട്ടുണ്ട്. കൽക്കണ്ടം മുഴുവൻ ഗ്ലൂക്കോസാണ്.
ഈ ഗ്ലൂക്കോസ് 37.8 ട്രില്യൺ കോശങ്ങളിലും ഇവിടെ ഊർജ്ജസ്വലമായിട്ട് ആ ദുർഗാദേവിയെ ഞാൻ അനുഭവിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് ധാരാളം മുന്തിരിയൊക്കെ ചേർക്കും. അപ്പോൾ ഈ മുന്തിരിയുടെ മധുരവും അതിൻ്റെ ഒരുപാട് എനർജിയും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പായസത്തിൻ്റെ ഗുണം എന്താണ്, ശർക്കരയുടെ ഗുണം എന്താണ് ഞാൻ എൻ്റെ മകളോട് ചോദിച്ച് മനസ്സിലാക്കിയാണ്. അതുകൊണ്ടാണ് ഇത്ര ശാസ്ത്രീയമായിട്ട് നിങ്ങളോട് പറയുന്നത്. മറ്റൊന്നുമല്ല, എൻ്റെ മകള് ഡോക്ടറാണ്. അപ്പോൾ അവളോട് ഞാനത് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. എൻ്റെ മകൾക്ക് ഹരിശ്രീ എഴുതാൻ ഒരു മഹാനവമി നാളിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പൂജകളൊക്കെ ചെയ്തു. പൂജകൾക്ക് ശേഷം ഈ പവിത്ര മോതിരം ഇത് ശബരിമലയിൽ ധാരാളം പൂജയ്ക്ക് വെച്ച് പൂജിച്ചതാണ്, മൂകാംബികയിൽ വെച്ച് പൂജിച്ചതാണ്. ഈ സ്വർണ്ണ പവിത്ര മോതിരം കൊണ്ട് അവളുടെ നാക്കിൽ ഹരിശ്രീ എഴുതി അതിനുശേഷം ഈശ്വരൻ്റെ ജഗദീശ്വരൻ്റെ പ്രതീകമായ ഒരിക്കലും നശിക്കാത്ത ആ അക്ഷതം, അതാണ് ഈ ഉണക്കലരി, അക്ഷതത്തിൽ എഴുതിച്ചു. അതിനുശേഷം ഞാനും എൻ്റെ സഹധർമ്മിണിയും ഇപ്പോൾ ചൊല്ലിയത് എല്ലാ കുട്ടികൾക്കും നവരാത്രി ആശംസകൾ അർപ്പിച്ചത് എൻ്റെ സഹധർമ്മിണിയാണ്. സഹധർമ്മം ഷെയർ ചെയ്യുന്നവളാണ്. അവളുടെ പേര് സരസ്വതി എന്നാണ്. അവളുടെ അച്ഛൻ സംസ്കൃത അധ്യാപകനാണ്. അവൾ ടീച്ചറാണ്. അതുകൊണ്ടാണ് കുട്ടികളോട് പ്രത്യേകത. അപ്പോൾ ഞാനും എൻ്റെ മകളും എൻ്റെ സഹധർമ്മിണിയും എൻ്റെ സഹോദരിയും ഞങ്ങളെല്ലാവരും ഈ രാവിലെ ഹരിശ്രീ ഒരു 6 മണിയോടുകൂടി എഴുതി. ഞങ്ങളെല്ലാവരും തുടർന്ന് നേരെ പോയത് ആലുവ ജനസേവ ശിശുഭവനിലേക്കാണ്. അവിടെ പോയിട്ട് ഈ ഡൈവേഴ്സൊക്കെ ആയി കുടുംബ പ്രശ്നങ്ങളും ഇതൊക്കെയുള്ള കുറേ അമ്മമാരും കുട്ടികളൊക്കെ അവിടെയുണ്ട്. അവരെ ഹരിയിലെഴുതിച്ചു. ആ അനാഥരായ കുട്ടികൾക്ക് നാഥനായ ജഗദീശ്വരനെ സങ്കല്പിച്ച് അവരെയൊക്കെ ഹരിയിലെഴുതിച്ചു. അവരുടെ കൂട്ടത്തിൽ എൻ്റെ മകളെയും ഹരിയിലെഴുതിച്ച് ഈ ജനസേവാ ശിശുഭവനിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു ദിവസം കളിച്ച് എൻ്റെ മോളും കളിച്ച് അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ സദ്യ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് എൻ്റെ ചേച്ചിയും ഞാനും എൻ്റെ സഹോദരന്മാരും എല്ലാവരും കൂടി ഇവർക്ക് സദ്യയൊക്കെ വിളമ്പിക്കൊടുത്ത് അവരോടൊപ്പം നവരാത്രി നവരാത്രി ആഘോഷിച്ചു. അവിടെ നിന്നും ഹരിയിൽ എഴുതിച്ചത് കാരണം എൻ്റെ മകളെ പഠിച്ച് അവളുടെ ഭഗീരഥ പ്രയത്നവും കൊണ്ട് അവൾ ആരായി? ഡോക്ടറായി. ഇതുപോലെ പ്രാക്ടിക്കലായി നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കൊച്ചുമക്കളെയും ആത്മീയതയും ഭൗതികതയും ഒരുപോലെ മിക്സ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡോക്ടറാവാം. അപ്പോൾ ഈ പായസത്തിൽ ധാരാളം നെയ്യും ചേർക്കും. അപ്പോൾ നെയ്ക്കകത്ത് എന്താണ്? omega-3 ആണ്, ഫാറ്റി ആസിഡാണ്. ഇത് മസ്തിഷ്കത്തിന് ധാരാളം ഉന്മേഷം പകരും. സ്കിന്നിന് നല്ല ഗ്ലേസിങ് ഉണ്ടാവും, സൗന്ദര്യം നിത്യയൗവനത്തിനും. അതുകൊണ്ടാണ് ആയുർവേദ മരുന്നിലൊക്കെ നെയ്യ് ചേർക്കുന്നത്. ഇതൊക്കെ മകൾ പറഞ്ഞു തന്നാണ് കേട്ടോ. അപ്പോൾ ഈ നെയ്യാണ് ഈ പായസത്തിൽ ചേർത്തത്. അപ്പോൾ ഈ ദേവിക്ക് അമ്മയ്ക്ക് നിവേദിച്ച പായസം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയധികം യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, ഇത് കറക്റ്റാണെന്ന് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ജന്മം നൽകിയതുപോലെ ഈ ദേവി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശക്തി നൽകി, ഒരുപോലെ ശക്തി നൽകി. അമ്മ എനിക്ക് മനഃശക്തി, ബുദ്ധിശക്തി, ശരീരശക്തി, എല്ലാ ശക്തിയും പെറ്റമ്മയെപ്പോലെ എനിക്ക് നൽകി. ആ അമ്മ
എൻ്റെ അനുഭവമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ പഠന മികവിനും എല്ലാത്തിനകത്തും അവർക്ക് എല്ലാ മത്സര പരീക്ഷയിലും അവർക്ക് വൻ വിജയങ്ങൾ നേടാനും ലളിതാ സഹസ്രനാമം എന്ന അത്ഭുത ശക്തിക്ക് സാധിക്കും. എൻ്റെ മകള് എൻട്രൻസ് എക്സാമിന് ഒരു 12 മണിക്ക് അവിടെ എത്തണം. ഇപ്പോൾ 2 മണിക്ക് എക്സാം തുടങ്ങുക. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ അവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കും. എൻ്റെ മകള് ലളിതാ സഹസ്രനാമം ചൊല്ലി തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു, എക്സാം എഴുതി. അപ്പോൾ ലളിതാ സഹസ്രനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അടിച്ച് നോക്കണം, ബ്രെയിൻ സ്റ്റോമാണ്. ലളിതാ സഹസ്രനാമം എന്താണ്? ബ്രെയിൻ സ്റ്റോമാണ്. ബ്രെയിനിൽ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുകയാണ്. കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ലളിതാ പരമേശ്വരിയെക്കുറിച്ച്, ഈ ദേവിയെക്കുറിച്ച് 1000 ന്യൂറോ സിസ്റ്റങ്ങൾ ഓപ്പൺ ആവുകയാണ്. ഇപ്പം നിതീഷ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ നിതീഷ് നോക്കും, വേറെ എന്ത് വിളിച്ചു കഴിഞ്ഞാലും നോക്കൂല. അപ്പോൾ ഒരു നേറോ ബ്രെയിനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കേട്ട് പരിചയമാണ്. എൻ്റെ മോളുടെ പേര് ശബരി. അപ്പോൾ ശബരി എന്ന് പറയുമ്പോൾ അവൾ നോക്കും, വേറെ എന്ത് വിളിച്ചാലും അവൾ നോക്കില്ല. ഈ നേറോ ബ്രെയിൻ ഓപ്പണിങ്ങിൽ ലളിതാ സഹസ്രം ഇതുപോലുള്ള ഈ ദേവിയെ 1000 വേയിലൂടെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നമ്മളെ ബ്രെയിനിന് 1000 ഓപ്പണിങ് കിട്ടുകയാണ്. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻ്റ് പവർ വർദ്ധിക്കുന്നത്. ഇപ്പം മത്സര പരീക്ഷ നമ്മൾ IAS-നായാലും IPS-നായാലും IFSC-ക്കായാലും ഏത് എൻട്രൻസ് എക്സാമിനും ഒരേ ക്വസ്റ്റ്യന് 3 ആൻസർ ഉണ്ടാവും, ഒരുപോലെ ആയിരിക്കും. അതിൽ 100% പെർഫെക്റ്റ് ആയാലും തിരഞ്ഞെടുക്കലാണല്ലോ. ഈ IAS ഒക്കെ പഠിച്ച് പാസ്സാവുന്ന കലക്ടർമാർക്കും ഇതാണ് അവരുടെ ബ്രെയിൻ. എന്ത്? കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻറ്റ് ചെയ്യണം. IPS ഓഫീസർമാർക്കും ഇത് തന്നെയാണ്. ഇത് വർദ്ധിക്കാനാണ് ലളിതാ സഹസ്രനാമം നമ്മളെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഒരു വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഒരു ലളിതാ സഹസ്രനാമവും. എന്തിനാണ്? നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യണം? അവരെ വളർത്തിയെടുക്കണം. എങ്ങനെ? നമുക്കറിയാം, മഹാനവമി, വിജയദശമി, ജയ ജയ ഹേ മഹിഷാസുരമർദിനി യമ്യകവർദിനി ശൈലസുതേ. ഒന്നുമില്ല, ജയിക്കണം. ആര് ജയിക്കണം? നമ്മുടെ മക്കൾ ജയിക്കണം. നമ്മളെ മക്കൾ ജയിക്കണം. നമ്മളെ മക്കളിൽ എന്ത് വേണം? ആസുരീകത. ആസുരീക പോത്ത് എന്നാണ്, എരുമ എന്നാണ് അതിൻ്റെ അർത്ഥം. മഹിഷ ആസുരീകത. ഇപ്പോൾ പോത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത മക്കൾ, പഠിക്കാത്ത മക്കൾ, അതാണ് പോത്തിനെ പോലെ. ഈ പോത്ത് പഠിക്കുന്നില്ലല്ലോ എൻ്റെ ദൈവമേ. നമ്മളെല്ലാവരുടെയും ജീവിത പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ? മക്കൾ പഠിക്കുന്നില്ല. 90-50% മക്കൾ പഠിക്കുന്നില്ല. പോത്തിനെ പോലെ നിൽക്കുന്നതെന്ന്. ആ മക്കളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മുടി വെട്ടുന്നില്ല എന്ന്. പെമ്മക്കളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മുടി വെട്ടുന്നുണ്ട് എന്ന്. പിന്നെ മുടി വെട്ടിയിട്ടില്ലെങ്കിൽ ഇവരെന്ത് മേടിക്കും? വെള്ള ഡൈ അടിക്കും. മകള് വെളുത്ത ഡൈ അടിക്കും, അമ്മ കറുത്ത ഡൈ അടിക്കും. മകൻ മുടി വെട്ടുകയേ ഇല്ല. പിന്നെ എൻ്റെ കാര്യം പിന്നെ സ്വാമി ശരണം. നമുക്ക് ദേഹാഭിമാനമൊക്കെ വിട്ട് ആത്മാഭിമാനത്തിനകത്തോട്ട് ആത്മാഭിമാനത്തെ കയറി കഴിഞ്ഞാൽ പിന്നെ ശരണമയ്യപ്പ. അപ്പോൾ നമ്മുടെ കുടുംബ പ്രശ്നം ഇതാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കണം. ആധുനിക തലമുറയെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് മദ്യവും മയക്കുമരുന്നും. ഇതുപോലുള്ള ശവവും ശവക്കറികളും തിന്ന് തകർന്ന് നശിക്കുന്ന ആധുനിക തലമുറ. ഈ തലമുറയെ, തലതിരിഞ്ഞ തലമുറയെ, അവരുടെ ബുദ്ധി, അവരുടെ ബ്രെയിൻ വ്യക്ത്യാധിഷ്ഠിതമായി ലക്ഷ്യബോധത്തിലേക്ക് ഉയർത്താനും വളർത്താനും ഗുരുത്വമില്ലാത്ത ആധുനിക തലമുറയെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന നമ്മുടെ സംസ്കൃതിയിൽ വളർത്തിയെടുക്കാനാണ് നവരാത്രി 9 ദിവസങ്ങളിലൂടെയുള്ള ട്രെയിനിങ്. ഈ മക്കളെ നമ്മളെ നെഞ്ചോട് ചേർത്ത് നമ്മുടെ മക്കളായി
നമുക്ക് വളർത്തുകയും അവർ നമ്മുടെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നമ്മളെ കൈപിടിച്ചുയർത്തുകയും ചെയ്യും. അവരുടെ അച്ഛനെയും അമ്മയെയും അവർ നെഞ്ചോട് ചേർത്ത് അവർ വാർദ്ധക്യം ഓൾഡ് ഏജ് ഗോൾഡ് ഏജായി എൻജോയ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ മക്കൾ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടാതിരിക്കാൻ ഈ നവരാത്രി ട്രെയിനിങ്ങിലൂടെ 9 ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ ഒരു ഈശ്വരീയമായ ബുദ്ധി, ഒരു ഈശ്വരീയമായ ബോധം, ഒരു ഈശ്വരീയമായ ഒരു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബ അന്തരീക്ഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ബുദ്ധി വികസിക്കും നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി വികസിച്ചു കഴിഞ്ഞാൽ അവർ പ്രൊഫഷണലുകളാവും. അവർ അൾട്രാ മോഡേൺ സയൻസിനെ അവർ നെഞ്ചോട് ചേർക്കും. അവരുടെ ജീവിതത്തിലെ പ്രൊഫഷണലിസത്തിൽ വിജയിച്ച് വരും. ഒപ്പം അവർ നമ്മളെ നെഞ്ചോട് ചേർക്കും. അതിന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, നമ്മളെ മക്കൾ പഠിക്കുന്നതാണ് നമുക്കിഷ്ടം, നമ്മൾ മക്കൾ പഠിച്ച് വളരുന്നതാണ് നമുക്കിഷ്ടം. ഇതുപോലെ ഭഗവാന് നമ്മളോട് ആരോടാ ഇഷ്ടം? പ്രിയോഹി ജ്ഞാനിനാത്യർത്ഥ മഹം സച മമേ പ്രിയ. പഠിച്ച് വളരുന്ന മക്കളാണ് നമുക്കിഷ്ടം. പഠിച്ച് വളരുന്ന മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പഠിച്ച് വളരുന്ന വലിയ ആൾക്കാരാണ്. ഭഗവത്ഗീതയും ഭാഗവതവും ദേവീ ഭാഗവതവും ലളിതാ സഹസ്രവും പഠിക്കുന്ന ആൾക്കാരെയാണ് ഭഗവാന് ഇഷ്ടം. അപ്പോൾ നമുക്ക് ആ ലളിതാ സഹസ്രനാമത്തിലെ കുറച്ച് വരികൾ നമ്മളെ മക്കൾക്ക് വേണ്ടി നമുക്ക് നോക്കാം. നമ്മളെ മക്കളെല്ലാവരും ഇതൊരു കാര്യം ചെയ്താൽ മതി. ഞാൻ ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഉദയനാപുരം വേദപാഠശാലയിലെ മക്കളെ പഠിപ്പിച്ച ചില ട്രിക്കുണ്ട്. ഒന്നുമില്ല, അമ്മമാരങ്ങോട്ട് നന്നായാൽ വേണ്ടി മതി. വൈകുന്നേരം ആകുമ്പോൾ നമ്മളെല്ലാവരും ആ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് കാൽമുഖമൊക്കെ കഴുകി ഫ്രഷായി ആ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് പുസ്തകത്തിൽ നമ്മളങ്ങോട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ മതി. നമുക്കിത് കൃത്യമായിട്ട് ചൊല്ലാൻ ആദ്യം ആ യൂട്യൂബിൽ എടുത്തിട്ട് മലയാള മനോരമയിൽ വിഷ്ണു സഹസ്രനാമെന്നോ ലളിതാ സഹസ്രനാമെന്ന് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നോളും. വെൺമണി കൃഷ്ണൻ നമ്പൂതിരിന്ന് അടിച്ചു കഴിഞ്ഞാൽ പേഷായി. ഇതാണ് ഞാൻ ചെയ്യുന്ന ട്രിക്ക്. അപ്പോൾ ഇതങ്ങോട്ട് ഒച്ചത്തിൽ അങ്ങോട്ട് വെച്ചേച്ചാൽ മതി. സന്ധ്യയ്ക്ക് എല്ലാ ദിവസവും രാവിലെ വെൺമണി വിഷ്ണു നമ്പൂതിരിയുടെ മലയാള മനോരമയുടെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ മെല്ലെ അതങ്ങോട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മളെ ഭർത്താവ് അതങ്ങോട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മളെ മക്കളത് പുഷ്പം പോലെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവരുടെ ബ്രെയിനകത്ത് ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് വരും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ 11ാമത്തെ അവതാരമായ ഗൂഗിൾ ചൈതന്യജിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും ന്യൂറോ ലിംഗ്വിസ്റ്റിക്. അതായത് ഒരു ബന്ധം, അതായത് ഭാര്യ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവായി നമുക്ക് വളരാം, ഭർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയായി വളരാം, മക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനായി മാറാം, മക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയായി മാറാം, അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്ന മക്കളായി വളരാൻ ഈ ലളിതാ സഹസ്രനാമ പഠനത്തിലൂടെ സാധിക്കും. പരീക്ഷിച്ച് നോക്കൂ. ഞാനിത് എൻ്റെ കുടുംബത്തിൽ പരീക്ഷിച്ച് ഒരു നല്ല അച്ഛനായി, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല മകനായി സന്തോഷത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ശ്രീശങ്കര ഭഗവത്പാദർ എന്നെ പഠിപ്പിച്ച വഴിയിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ മഹനീയത. സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി. സർവശക്തിമയീ, നമുക്ക് വ്യക്തികൾക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ ശക്തിയും നൽകുന്ന സർവശക്തിമയിയാണ്. സർവമംഗള, ജീവിതത്തിലെ മംഗളം ആഗ്രഹിക്കാത്തവരാരുമില്ല. ഈ മംഗളമാണ് നമ്മൾ മലയാളത്തിൽ മംഗലം എന്ന് പറയും. മംഗലം കൂടാ പാടില്ല. ഈ മലബാറിൽ മംഗലം എന്ന് പറയുന്നത് മംഗളം തന്നെ. അപ്പോൾ സർവശക്തിമയിയാണ് ദേവി.
സർവമംഗളസ്വരൂപിയാണ്. ഈ ലളിതാ സഹസ്രനാമ ഉപാസനയിലൂടെ സദ്ഗതിപ്രദാ. എന്താണ് സദ്ഗതിപ്രദാ? സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദാ. എന്തുകൊണ്ട് നമുക്ക് സദ്ഗതിയില്ലാതെ പെരുവഴിയിലോട്ട് നമ്മൾ തള്ളി നീങ്ങുന്നത്? കുട്ടികൾ എന്തുകൊണ്ട് പെരുവഴിയിലാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരീയമായ ഒരു ശക്തി അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ് പെരുവഴിയിൽ പോകുന്നത്. ന്യൂജന് പെരുവഴിയാകാൻ, അധോഗതിയിലാകാൻ കാരണം സദ്ഗതി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളെ മക്കൾക്ക് സദ്ഗതി ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ലളിതാ സഹസ്രനാമ പഠനത്തിലൂടെ അവരെ സദ്ഗതിയിലോട്ട് കൈപിടിച്ചുയർത്തണം. അപ്പോൾ സർവേശ്വരിയാണ് അമ്മ. സർവ ഈശ്വരി എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിനെ അടുക്കും ചിട്ടയിലും നമ്മളെ കുടുംബത്തിലെ അലിഖിതമായ ഒരു ഈശ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവളാണ്. സർവമയി സ്നേഹമയിയായി മാറും. നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും പരസ്പരം എന്തുണ്ടാവും? ഒരു സ്നേഹമയിയായി മാറും. സർവമന്ത്രസ്വരൂപിണി, എല്ലാ മന്ത്രസ്വരൂപ. മനനാൽ ത്രായതേ ഇതി മന്ത്ര, മനനാൽ ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുന്ന വ്യക്തിയെ പൂർണ്ണമായി സംരക്ഷിക്കും. അമ്മയെ സംരക്ഷിക്കും, അച്ഛനെ സംരക്ഷിക്കും, ഭാര്യയെ സംരക്ഷിക്കും, മക്കളെ സംരക്ഷിക്കും. അതാണ് ഈ ദേവി സർവമന്ത്രസ്വരൂപിണി. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ആ പഠനത്തിൻ്റെ സബ്ജക്റ്റ്, അതാണ് ഇവിടെ മന്ത്രം. ആ സബ്ജക്റ്റായി മാറും ദേവി. അപ്പോൾ ആ ദേവി സബ്ജക്റ്റായി മാറിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് പെർഫെക്ഷൻ ഉണ്ടാവും. പെർഫെക്ഷൻ ഉണ്ടായാൽ പ്യൂരിഫിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ റിയലൈസേഷൻ ഉണ്ടാവും. റിയലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാത്തിലും മക്കൾക്ക് A+ കിട്ടും. സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മീ മൃഢപ്രിയ. സർവയന്ത്രാത്മിക, സർവയന്ത്രാത്മിക വെച്ചാൽ ദേവി യന്ത്രസ്വരൂപിയാണ്. യന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലിക്കുന്ന എല്ലാ ജീവികളുടെയും ജീവനാണ് ദേവി. സർവതന്ത്രാത്മിക സർവതന്ത്രരൂപ. ജീവിതത്തിൽ നമുക്കൊക്കെ ഓരോ തന്ത്രങ്ങൾ വേണം. അപ്പോൾ വിജയതന്ത്രങ്ങളായിരിക്കണം. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വിജയതന്ത്രം മെനയാൻ ഇപ്പോഴുള്ള തന്ത്രം എല്ലാ വൃത്തികേടുകളുമാണ് ന്യൂജന് നമുക്ക് കാണാം. അതില്ലാതെ ജീവിത വിജയതന്ത്രങ്ങളാണ് ഈ ലളിതാ സഹസ്രനാമ പഠനത്തിലൂടെ, ഈ ദേവി ഉപാസനയിലൂടെ നമുക്ക് കിട്ടുന്നത്. മനോന്മനി, മനസ്സിനെ ഉയർത്തുന്നതാണ്. മഹേശ്വരി, മഹാ ഈശ്വരിയാണ്. മഹാദേവി, രൂപനാമാത്മകമായി നമ്മുടെ മനസ്സിനകത്തോട്ട് ഇറങ്ങി വന്ന ചൈതന്യമാണ്. മഹാലക്ഷ്മി, ആരാണ്? മഹാലക്ഷ്മി. മഹാലക്ഷ്മിയാണ്. മഹാ എന്ന് വെച്ചാൽ ഏറ്റവും ബൃഹത്തായ. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്തവരെ കാമിക്കുന്നവളാണ് ലക്ഷ്മി. ഇതുകൊണ്ടാണ് നമ്മുടെ എന്താണ് ആ കടഞ്ഞെടുത്തത് ആദ്യം അതിനകത്ത് വന്നതാണല്ലോ പാലാഴി മഥനത്തിലാണ് മഹാലക്ഷ്മി വരുന്നത്. മഹാലക്ഷ്മി നോക്കിയപ്പോൾ എല്ലാ ലക്ഷണങ്ങളും ഒത്തതാണ് മഹാവിഷ്ണു. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ പരിണമിച്ചത്. അപ്പം ഈ മഹാലക്ഷ്മി, നമ്മളൊക്കെ ഓരോ വ്യക്തിയും ലക്ഷണമൊത്ത വ്യക്തിയായി ഉയരണം. എങ്കിൽ ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് വരും. അപ്പോൾ ജോലിക്ക് പോകുന്ന വ്യക്തികൾ സ്വകർമ്മണത്തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും സ്വന്തം കർമ്മത്തിൽ അതായിരിക്കണം അർച്ചന. ദാദാ ഫാൽക്കെ അവാർഡ്, എന്താണ് അവാർഡ് അല്ലേ മോഹൻലാലിന് കിട്ടിയത്? മോഹൻലാൽ പറഞ്ഞു എൻ്റെ പ്രാണനാണ് എനിക്ക് സിനിമ, എൻ്റെ പാഷനാണ് എനിക്ക് സിനിമ, എനിക്ക് എൻ്റെ ജീവസ്പന്ദനമാണ്
സിനിമ. അതുകൊണ്ടാണ് ദാദാ ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ് കിട്ടിയത്. ഇതുപോലെ അവനവൻ്റെ അവനവന് പാഷനായി മാറണം. എങ്കിൽ മാത്രമേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ലക്ഷണമൊത്തവരെ കാമിക്കുന്നവൾ, ആഗ്രഹിക്കുന്നവർ, അനുഗ്രഹിക്കുന്നവൾ. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ എല്ലാത്തിലും പഠിച്ച് എല്ലാത്തിലും A+ കിട്ടി നല്ല മിടുമിടുക്കനും മിടുമിടുക്കികളും ആകാനാണ് മഹാലക്ഷ്മി മൃഢപ്രിയ. മൃഢപ്രിയ എന്ന് വെച്ചാൽ മൃഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ എന്നുള്ളതാണ്. ശിവൻ്റെ പ്രിയ സഖിയാണ് ഇവിടെ പാർവതീദേവി. അപ്പോൾ ശിവൻ്റെ പ്രിയ സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖസ്വരൂപിണി എന്നുള്ളതാണ്. അപ്പോൾ അമ്മ മഹാമായ സുഖസ്വരൂപിണിയാകുമ്പോൾ ആ അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും പരമാനന്ദ സംപ്ലുത, പരമാനന്ദം ജീവിതത്തിൽ അനുഭവിച്ചറിയണം. അതിനാണ് ഈ ലളിതാ സഹസ്രനാമം പഠനം. മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി. മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തി മഹാരഥി. വളരെ മനോഹരമായിട്ടാണ് മഹാരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയും അന്തവുമില്ലാത്ത ഹേ ജഗദീശ്വരി, ഹേ പരമേശ്വരി, എല്ലാത്തിനും ആദിയും അന്തവുമുണ്ട്. ആദിയും അന്തവുമില്ലാത്ത ആ ശക്തിസ്വരൂപിണിയായ പ്രപഞ്ചശക്തി ജഗദീശ്വരി, ആ പ്രപഞ്ചശക്തിയുടെ ഒരു ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മഹാപൂജ്യ, ഞാനും പൂജിക്കുന്നു, ഋഷീശ്വരന്മാരും പൂജിക്കുന്നു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും പൂജിക്കുന്ന ആ പൂജനീയമായ ആ ശക്തി മഹാപാതകനാശിനി. അതായത് നമ്മുടെ മനസ്സിൽ പാതകം, കൊലപാതകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ പാതകം എന്താണ്? നെഗറ്റീവ് തോട്ടാണ്, ആസുരീകതയാണ്. ഈ ആസുരീകത ഇല്ലാതാക്കുകയാണ്. നമുക്കറിയാം മഹിഷാസുരമർദ്ദിനിയാണ് ഈ ആസുരീകതയെ മഹാപാതകം, കൊലപാതകം ചെയ്യും ദേവി നമ്മുടെ മനസ്സിനകത്തുള്ള നെഗറ്റീവ് തോട്ടുകളെ. അപ്പം മഹാപാതകനാശിനി മഹാമായയാണ്. രൂപനാമാത്മകമായി ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതൊക്കെ ദേവിയുടെ മഹാമായയാണ്. അപ്പോൾ അമ്മയൊരു മായ, അച്ഛനൊരു മായ, മക്കളൊരു മായ, എല്ലാവരും ഓരോ മായാരൂപങ്ങളാണ്, ദേവിയുടെ മായാരൂപങ്ങളാണ്. മഹാസത്വ എന്താണ്? ഊർജമാകുന്നു, മഹത്തായ ഊർജമാകുന്നു, നമ്മളെ നിലനിർത്തുന്ന ഊർജമാകുന്നു. നമുക്കൊക്കെ നിലനിൽപ്പ് ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. മഹാശക്തിർ മഹാരഥി. നമ്മൾ കുടുംബത്തിലെ മഹാശക്തിയാണ് ദേവി. മഹാരഥി മഹത്തായ പ്രേമമാകുന്നു, മഹത്തായ ശക്തിയാകുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പൂജിക്കപ്പെടുന്ന ആ പരമസ്നേഹമാകുന്നു. ആ ഈ പ്രിയങ്കരിയാകുന്നു. ഈ പ്രിയം വർദ്ധിച്ചു വരുമ്പോഴാണ് അത് പ്രേമമായി മാറുന്നത്. ആ പ്രേമം വർദ്ധിച്ച് പ്രേമം സമ്പൂർണമാകുമ്പോഴാണ് പരമപ്രേമമാകുന്നത്. ആ മഹാപരമപ്രേമമാകുന്ന ശക്തിയാകുന്നു മഹാശക്തിർ മഹാരഥി. ഇതാണ് പ്രേമം. ഇതൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. ഇതാണ് നവരാത്രി എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ ഇവർക്ക് ഈ കാമവും, ശ്രദ്ധിക്കണം, കാമവും പ്രേമവും തരംതിരിച്ചറിയാൻ സാധിക്കും. ഇനി ഈ കവികളൊക്കെ നമ്മളെ പറഞ്ഞ് കുളത്തിൽ ഇറക്കുന്ന പ്രേമുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയകളൊക്കെ പറയുന്നത് അതൊന്നും പ്രേമമല്ല, അത് കാമമാണ്. കാമത്തിന്
എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡും ഉണ്ടാകുമെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. വരും തലമുറയെ പഠിപ്പിക്കണം. കാമം ചതിയിലേക്ക് വെക്കും, തേച്ചൊട്ടിച്ച് നമ്മളെ ആത്മഹത്യയിൽ കൊണ്ടെത്തിക്കും. മറിച്ച് പ്രേമമെന്ന് പറഞ്ഞാൽ അത് ഒരു ഈശ്വരീയതയാണ്. ഈ പ്രേമം നമുക്ക് സമസ്ത ചരാചരങ്ങളോടും ഉള്ള ഒരു വികാരമാണ്. അപ്പോൾ ആ പ്രേമസ്വരൂപിണിയായ ദേവിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമുക്ക് എന്തായി മാറും? മഹാഭോഗോ മഹേശ്വര്യ, മഹാവീര്യ, മഹാബല, മഹാബുദ്ധിർ, മഹാസിദ്ധിർ, മഹായോഗീശ്വരേ ശ്വരീ. മഹാഭോഗോ മഹേശ്വര്യ, മഹാവീര്യ, മഹാബല. മഹാഭോഗോ, മഹാഭോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖം. ഏതിലകത്തൊക്കെയാണ് നമുക്ക് സുഖം കിട്ടുന്നത്? ആ സുഖസ്വരൂപിണിയാണ് അമമഹാമായ. അതുകൊണ്ട് ഈ അമമഹാമായി എന്തിന് ഉപാസന ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ ഭോഗങ്ങളും എല്ലാ സുഖങ്ങളും, നമ്മുടെ മുന്നിലുള്ള റിക്വയർമെൻറ്റ്സ്, നമ്മുടെ മുന്നിലുള്ള ആവശ്യങ്ങൾ, അതാണ് ഈ ദേവി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ദേവി ഉപാസനയിലൂടെ നമുക്കൊക്കെ നമ്മുടെ സുഖങ്ങളൊക്കെ നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മഹേശ്വര്യ, അണിമാതി അഷ്ട ഐശ്വര്യങ്ങളുമാണ് ഈ ദേവി. മഹാവീര്യ, നല്ല വീര്യം വേണം എല്ലാത്തിലും, നല്ല വീര്യം വേണം എല്ലാത്തിലും. ഇപ്പോൾ കേരളത്തിലെ ഫാഷനാണ് കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ ഉടനെ IVF സെൻറ്ററിൽ പോവുക. IVF സെൻറ്ററിൽ പോയി അവിടെ സെമൻ ടെസ്റ്റ് ചെയ്ത് അവർ പറയും ഈ സെമന് എന്തില്ല, വീര്യമില്ല എന്ന് പറയും. വീര്യമില്ല എന്ന് വെച്ചാൽ മോട്ടിലിറ്റി ഇല്ല എന്ന് പറയും, പിൻ ഹെഡ് ഇല്ല എന്ന് പറയും, ടെയിലില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മഹേശ്വര്യ, മഹാവീര്യ, വീര്യമുള്ള സന്തതികളെ സൃഷ്ടിക്കാൻ ഈ ദേവി ഉപാസനയിലൂടെ സാധിക്കും. അതാണ് മഹാവീര്യ, പരാക്രമശാലികളായിരിക്കും. അപ്പം മറ്റൊരു സബ്ജക്റ്റിനെ ആക്രമിച്ച് കീഴടക്കി സ്വന്തമാക്കാൻ സാധിക്കും. നെഗറ്റീവല്ല, പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, MBBS ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, എൻട്രൻസ് ആകട്ടെ, അഗ്രികൾച്ചർ ആവട്ടെ, എന്തായിക്കോട്ടെ, ഇതിനെ സ്വായത്തമാക്കാൻ ഈ ദേവി ഉപാസനയിലൂടെ സാധിക്കും. അതാണ് മഹാവീര്യ, മഹാബല. എല്ലാത്തിനും ബലം വേണം. സംസാരിക്കാൻ എനിക്ക് ശക്തി വേണം, ഇലക്ട്രിസിറ്റി വേണം. എന്നാലേ നമുക്ക് വീട്ടിൽ പ്രകാശിച്ച് മിക്സി ആയിട്ടും ഗ്രൈൻഡറായിട്ടും AC ആയിട്ടും വാഷിംഗ് മെഷീനായിട്ടും ഒക്കെ നമുക്ക് TV ആയിട്ടും മൊബൈലായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ എന്താണ്? മഹാ ഊർജമാണ്, മഹാസത്വമാണ്. ഇവിടെ എന്ത് പറഞ്ഞത്? മഹാബല, മഹാബുദ്ധിർ, മഹാസിദ്ധിർ, മഹായോഗീശ്വരേശ്വരീ. മഹാബല, മഹാബുദ്ധി, ബുദ്ധിസ്വരൂപിണിയാണ് ദേവി. ബുദ്ധിസ്വരൂപിണിയാണ് ദേവി. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം. നവരാത്രി ഉപാസനയിലൂടെ ദേവി നമുക്ക് തരുന്നത് എന്താണ്? ബുദ്ധിയോഗം. ബുദ്ധി നൽകി അനുഗ്രഹിക്കും. അപ്പോൾ നവരാത്രി 9 ദിവസങ്ങളിലൂടെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വികസിപ്പിക്കാവുന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കുടുംബത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അച്ഛനോടും അമ്മയോടും മക്കൾക്ക് പലരോടും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പഠനത്തിലൂടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മളെ മക്കളോട് ഇതുവരെ നമ്മൾ പഠിക്കും മക്കളെ പറയും. അപ്പോൾ മക്കൾ ഇങ്ങോട്ട് പറയും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്, തെറി പറയും ഇങ്ങോട്ട്. കാരണം ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന വാക്കാണ് പഠിക്കൂ എന്നുള്ള വാക്ക്. അതുകൊണ്ട് ഈ പഠിക്കൂ എന്നുള്ള വാക്ക് നമ്മൾ ഡിക്ഷണറിയിൽ നിന്നും അങ്ങോട്ട് കളഞ്ഞ് അവരെ ഇൻട്രസ്റ്റഡായി വളർത്തിയെടുക്കണം. പഠിക്കുന്ന സബ്ജക്റ്റിലോട്ട് അവരെ സ്ലിപ്പ്
പൾപ്പാക്കി വഴുതി വീഴ്ത്തണം അവരെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദിവസേന ഒരു അരമണിക്കൂർ നമ്മളെ മക്കളുടെ കൂട്ടത്തിൽ കമ്പനി അടിച്ച് അവൻ്റെ തോളിൽ കൈയിട്ട് മകളാണിച്ച് കഴിഞ്ഞാൽ അവളെ നമ്മളെ കക്ഷത്തിൽ ഒതുക്കി, എടി ക്ലാസ്സിൽ ഗോപാലൻ സാറ് എന്തൊക്കെ പഠിപ്പിച്ചു, മാഷ് എന്തൊക്കെ പഠിപ്പിച്ചു, അതുള്ള സാറ് എന്തൊക്കെ പഠിപ്പിച്ചു, നമ്മളെ ജോർജൂട്ടി സാറ് എന്തൊക്കെ പഠിപ്പിച്ചു, വർഗീസ് സാറ് എന്തൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ആ പഠിപ്പിച്ച കാര്യങ്ങൾ അവർ നമ്മളോട് അച്ഛൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ സ്നേഹമസൃണിതമായിട്ട് അവരത് ഡെമോ തരുമ്പോൾ അവരുടെ ബുദ്ധി വികസിക്കും. ഇതാണ് നവരാത്രി ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴോ മഹായോഗേശ്വരീശ്വരി യുജ്യതേ ഇത് യോഗ. നമ്മൾ ലോറിയുടെ അടിയിൽ പോയിട്ട് ഒരാൾ ചാകുമ്പോൾ അതിൻ്റെ യോഗം അതെന്ന് പറയില്ലേ, അത് നെഗറ്റീവായിട്ട് പറയും. ഇതുപോലെ നമുക്ക് എന്തൊക്കെയായി യോജിക്കേണ്ടതുണ്ടോ ആ യോജിക്കേണ്ട വാത്താണ് മഹേശ്വരിയായ ദേവി. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇൻഡിവിജ്വലായി വ്യക്തിപരമായി യോജിക്കേണ്ടത് ഓരോ സബ്ജക്റ്റുകളായിരിക്കും. അതുമായി യോജിച്ച് അത് അച്ചീവ് ചെയ്ത് അതിൽ സിദ്ധി നേടി അതിൽ PhD എടുത്ത് അതിൽ ഡോക്ടറേറ്റ് നേടി അതിൽ ജീവിത സൗഖ്യം കണ്ടെത്താൻ മഹാബുദ്ധിർ മഹാസിദ്ധി, അതിൽ സിദ്ധി നേടി അതിൽ സാധന ചെയ്ത് മഹാസിദ്ധിർ മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരീശ്വരീ. അങ്ങനെ ജീവിതം പ്രശാന്തസുന്ദരമാക്കാനാണ് ഈ 9 ദിവസങ്ങളിലെ നവരാത്രി ഉപാസനയിലൂടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരീ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. കൽപ്പാന്തത്തിൽ പരമേശ്വരൻ മഹാതാണ്ഡവമാടും. ആ ശിവതാണ്ഡവമാണ് ഈ പ്രപഞ്ചം. ശിവ സൃഷ്ടി സ്ഥിതി സംഹാരരൂപനായ ശിവൻ. ഈ ശിവൻ സംഹാരരൂപനാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടില്ല, നെഗറ്റീവായിട്ടുള്ള ആ സംഹാര താണ്ഡവം അല്ല ശിവൻ്റെ, മറിച്ച് ശിവതാണ്ഡവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കൂ, ഈ പേനയിൽ ശിവൻ അങ്ങനെ താണ്ഡവമാടുകയെന്നത്, ഈ പേനയിൽ ശിവൻ താണ്ഡവമാടുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സർവ്വത്തിലും ശിവൻ താണ്ഡവമാടും. നാളെ ഈ ശിവൻ ഈ ശരീരത്തിലും താണ്ഡവമാടും. അപ്പോൾ ശിവൻ താണ്ഡവമാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത എന്ന് പറയും. ഭസ്മമായി മാറുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഭസ്മം തൊടുന്നത്. അപ്പോൾ ഈ ശരീരത്തെ ഭസ്മീകരിക്കുകയാണ്. ഇവിടെ എനർജി നഷ്ടപ്പെടുന്നില്ല. ശ്രദ്ധിക്കണം, ഈ പേന ശിവതാണ്ഡവമാടുമ്പോൾ ഈ പ്ലാസ്റ്റിക്, പോളി വിനൈൽ ക്ലോറൈഡ് ഓരോ പൊടിയായി ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണാക്കി മാറ്റി ഈ പ്ലാസ്റ്റിക് വീണ്ടും ഉരുക്കി പേനയുണ്ടാക്കുന്നു. അപ്പോൾ പേനയുണ്ടാക്കുന്ന പ്രൊസീജിയറിന് ഇതിനെ ശിവതാണ്ഡവമാറ്റുകയാണ്. ഈ പേപ്പറിൽ ശിവതാണ്ഡവം ആടിക്കഴിഞ്ഞാൽ ഇത് കുതിർത്ത് ഇതിനെ പൾപ്പാക്കി വീണ്ടും പേപ്പറാക്കാം. ഒരു പൂവിൽ ശിവതാണ്ഡവം ആടിക്കഴിഞ്ഞാൽ ആ പൂവ് കൊഴിഞ്ഞ് അതിൻ്റെ ഭ്രൂണം അവിടെ നിന്ന് കായയായി ആ കായ വീണ്ടും ആ വൃക്ഷമായി മാറുന്നു. ഇതാണ് ശിവതാണ്ഡവം. അപ്പോൾ ശിവതാണ്ഡവം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ എന്താണ്? മാഹേശ്വരി മഹാകൽപ്പതാണ്ഡവ സാക്ഷിണി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാര്യ സാക്ഷിയായിട്ട് കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, ഉണ്ട്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ ബോധം ജീവിതത്തിൽ വേണമെന്ന് നോട്ട് ചെയ്യുകയെന്ന്. മഹാതാണ്ഡവ സാക്ഷിണി മയാധ്യക്ഷണ പ്രകൃതിയും, എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതിയിലെ ചരാചരങ്ങളും നീങ്ങുന്നത്. അപ്പോൾ പരമേശ്വരി പറയുന്നതാണ് മഹാതാണ്ഡവ സാക്ഷിണി എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ താണ്ഡവങ്ങളും സാക്ഷിയായിട്ട് നമ്മളെ ഭാര്യ ഉണ്ടല്ലോ, ഉണ്ട്.
അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കട്ട് പറിക്കരുത്, വെട്ടിപ്പിടിക്കരുത്, തട്ടിപ്പറിക്കരുത്, കട്ടുമുടിക്കരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്, വ്യഭിചരിക്കരുത്. കാരണം ഇതിനൊക്കെ സാക്ഷിയായിട്ട് നമ്മളെ ഭാര്യ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വൃത്തികേടിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് സാക്ഷിയായിട്ട് ആര് നിൽക്കുന്നുണ്ട്? നമ്മൾ ഏത് കോള് വരുമ്പോഴും അറ്റൻഡ് ചെയ്യുമ്പോൾ ആര് കാണുന്നുണ്ട്, ആര് കേൾക്കുന്നുണ്ട്? നമ്മളെ ഭാര്യ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ അവൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ വാതിലിൻ്റെ കുറ്റിയിടുമ്പോൾ വാ കള്ള ഇവിടെ വാ എന്ന് പറയും, വാ ചതിയ ഇവിടെ വാ എന്ന് പറയും. വാ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. നിങ്ങളൊക്കെ നിങ്ങളെ ഭാര്യ വിളിക്കുന്ന വേള്, നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ വിളിക്കുന്ന പേര് അവിടെ ഫില്ല് ചെയ്തോളാം. ഇത് സംഭവിക്കാതിരിക്കാൻ വ്യക്തിയാധിഷ്ഠിതമായ 24 കാരറ്റ് ഗോൾഡാക്കി മാറ്റണം, തങ്കമാക്കി മാറ്റണം. ചേട്ടാ ഇവിടെ വാ എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും മാറ്റും? പ്രാണനാഥ ഇവിടെ വാ എന്ന് പറയും. ബെഡ്റൂമിൽ നിന്ന് ബെഡിൽ കിടന്നുകൊണ്ട് ഭാര്യ നമ്മളെ വിളിക്കും, പ്രാണനാഥ, എൻ്റെ പ്രാണനെ നയിക്കുന്ന നാഥ. അപ്പോൾ 24 കാരറ്റ് ഡയമണ്ടായിട്ട് നമുക്ക് നമ്മളെ ഭാര്യയെ ശ്രദ്ധിക്കണം, പ്രാപിക്കാൻ സാധിക്കണം. ഇതുപോലെ പ്രപഞ്ചത്തിൽ പരമേശ്വരൻ ഈ പരമേശ്വരിയുമായി യോജിച്ചിട്ടാണ് ശിവലിംഗം. അപ്പോൾ പാർവതിയാകുന്ന പ്രപഞ്ചനാഥയാകുന്ന പ്രപഞ്ചമാകുന്ന പീഠത്തിലേക്ക് ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മഹേശ്വരി, മഹാകൽപ്പമഹാ താണ്ഡവ സാക്ഷിണി, എല്ലാത്തിനും സാക്ഷിയായ ഹേ ജഗദീശ്വരി കാമേശ മഹിഷി. മഹിഷി എന്ന് പറഞ്ഞാൽ വൈഫ് എന്നാണ് അർത്ഥം. എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടാൻ നമുക്ക് ഊർജമായി നമ്മുടെ ഭാര്യ നമുക്ക് വേണം. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ നടനത്തിന് പരമേശ്വരനെ സഹായിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പരമേശ്വരൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടാൻ സിഗ്നേച്ചർ അതോറിറ്റി ഉള്ളതാണ് ആ മഹേശ്വരി. അവൾ ആരാണ്? മഹാത്രിപുരസുന്ദരിയാണ്. മഹാത്രിപുരസുന്ദരിയാണ്. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന പരമേശ്വരൻ്റെ പട്ടമഹിഷിയായ ഇതാണ് അർദ്ധനാരീശ്വര സങ്കല്പം, ഇതാണ് ഉമാമഹേശ്വര സങ്കല്പം. ആ സങ്കല്പമാണ് ഗൃഹസ്ഥാശ്രമിയായ നമുക്ക് ബുദ്ധി സാക്ഷിണിയായി ബോധസ്വരൂപിയായ ആ പരമേശ്വരി ത്രിപുര സുന്ദരിയാണ്. 3 ലോകങ്ങളുടെയും സുന്ദരിയാണ്. അതാണ് ഇവിടെ മഹാകാമേശ മഹിഷി, മഹാത്രിപുര സുന്ദരി. ആ മഹാത്രിപുര സുന്ദരിയായ ആ ദേവിയെ ഉപാസനയിലൂടെ സ്വന്തമാക്കാനാണ് ഈ നവരാത്രി. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളാകുന്നു, പഞ്ചഭൂതങ്ങൾ, ശിവന് 5 തലയാണുള്ളത്. ആ പഞ്ചഭൂതങ്ങളുടെ ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി, ഈ 5ൻ്റെയും സൗന്ദര്യമാണ് പഞ്ചഭൂത സങ്കല്പ സൗന്ദര്യം. അതിൻ്റെയൊക്കെ നാഥയാണ് അമ്മ. അപ്പോൾ ആ അമ്മ മഹേശ്വരിയെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സൗന്ദര്യാത്മകമായിട്ട് എവിടെ എന്ത് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സൗന്ദര്യമാണ് അമ്മ. ആ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് ആ അമ്മയുടെ മകനായ ഞാൻ. അപ്പോൾ എൻ്റെ സൗന്ദര്യം പ്രപഞ്ച സൗന്ദര്യമാണ്, പ്രപഞ്ച സൗന്ദര്യമാണ് എന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു പൂവിനെ കാണാൻ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം കണ്ണുകൊണ്ട്. ഒരു പൂവിൻ്റെ ഉള്ളിലുള്ള തേനിൻ്റെ രുചി, ആ രുചി നമുക്ക് അനുഭവിക്കണം. അതാണ് സൗന്ദര്യം. സംഗീതം കേൾക്കാനുള്ളതാണ് ആ പ്രപഞ്ച സംഗീതം, അതാണ് സൗന്ദര്യം. പിന്നെ തണുപ്പ്, ചൂട് മുതലായവ ത്വക്കിലൂടെ പ്രപഞ്ച സൗന്ദര്യമായി അതിനെ അനുഭവിക്കണം. അപ്പോൾ മലകളും പുഴകളും ജഗദീശ്വരൻ്റെ പ്രതീകമായി കണ്ട് അതിലും ഒരു സൗന്ദര്യം രൂപമായി കാണണം. അപ്പോൾ ഈ അനന്തമായ ബോധ ഊർജ, ശ്രദ്ധിക്കൂ, പ്രപഞ്ചശക്തിയാണ് ആ ദേവി. ഈ രീതിയിലാണ് മൂകാംബികാദേവി ഉപാസന. ഇനി മൂകാംബികയിൽ പോകുമ്പോൾ ഈ രീതിയിൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തിസ്വരൂപിണിയായിട്ട്
ഇനി ചോറ്റാനിക്കര അമ്മയെ ഈ പ്രപഞ്ച രൂപത്തിൽ നവരാത്രിയിൽ ആവാഹന ചെയ്യണം. എൻ്റെ കുടുംബത്തിൻ്റെ ശക്തിസ്വരൂപിണിയാണ്. അങ്ങനെയുള്ള ആ ജഗദീശ്വരിയായ പരമേശ്വരി അത് എന്താണ്? ഓം ശ്രീ ശിവശക്തിൈക്യരൂപിണി നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഓം ശ്രീ മമ മാതാംബികായേ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. എൻ്റെ അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ അദ്ദേഹം എൻ്റെ അനുജത്തി. അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബ്ലിക്കൻ കോഡ്. ഞാൻ ഉപയോഗിച്ച അംബ്ലിക്കൻ കോഡ് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവിടെ വയ്ക്കും. അത് എടുത്ത് ആ അംബ്ലിക്കൻ കോഡിൽ അനു കൂട്ടത്തിൽ ജനിച്ചവളാണ് എൻ്റെ അനുജത്തി. എൻ്റെ അനുജത്തിയുടെ പേര് ലളിതാംബിക എന്നാണ്. ഇത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിനെ വളരെ സിമ്പിളായി സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ലളിതാംബിക. ഹാ ലളിതാംബിക എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ബോധത്തിൽ വളർന്ന് വികസിപ്പിക്കാനാണ് നവരാത്രി ഉപാസന. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടേണ്ട നേട്ടങ്ങളൊക്കെ നേടാനും നേടിയവ സംരക്ഷിക്കാനും സംരക്ഷിച്ചവ നിലനിർത്തി എനിക്ക് ജീവിതം സന്തോഷപൂരിതമായി കൊണ്ടു നടക്കാനാണ് ഈ ലളിതാംബിക. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണിം വിദ്യാരംഭം കനിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അപ്പോൾ ഈ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമസ്തുഭ്യം ഞാൻ നമസ്കരിക്കുന്നു. എനിക്ക് വരങ്ങൾ വരണം. എന്താണ് വരം വരേണ്ടത്? വിദ്യ. എന്ത് വിദ്യ? സാ വിദ്യ വിമുച്യതേ. എനിക്ക് ജീവിത വിജയങ്ങൾ നേടി ആ ജീവിതത്തിൽ എനിക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയുണ്ടോ അവയൊക്കെയാണ് വിദ്യ. ആ വിദ്യയിലൂടെ എനിക്ക് റിസൾട്ടായി കിട്ടേണ്ടത് എന്താണ്? എനിക്ക് സന്തോഷ സംതൃപ്ത ജീവിതം. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് സിദ്ധി ഉണ്ടാകട്ടെ. എനിക്കുണ്ടാകണം, നിങ്ങൾക്കുണ്ടാവണം, എൻ്റെ മക്കൾക്കുണ്ടാവണം, നിങ്ങളുടെ മക്കൾക്കുണ്ടാവണം, വരും തലമുറക്കുണ്ടാകണം. അതിന് ഈ ലളിതാ സഹസ്രനാമ ഉപാസന ഇന്ന് തുടങ്ങണം, ഇപ്പോൾ തുടങ്ങണം, ഈ നവരാത്രി തുടങ്ങണം. നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ഇത് തുടങ്ങണം. അതിന് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ഒരു നല്ല ജീവിതം ഇന്നു മുതൽ തുടങ്ങണം. അതിന് ഇതിൻ്റെ താഴത്തുള്ള മുകളിലുള്ള വീഡിയോകളൊക്കെ ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും നേടാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആയുരാരോഗ്യ സൗഖ്യം ആ ജഗദീശ്വരിയായ പരമേശ്വരിയായ അമ്മയുടെ അനുഗ്രഹം അനവരതം പൊഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ, മാളികപ്പുറത്തമ്മ ദേവലോക മാതാവേ ശരണമയ്യപ്പ.